ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പി നോക്കിയാലോ. ഓട്സ് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം. ഷുഗറൊന്നും ചേർക്കാതെ ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഒക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. എപ്പോഴും സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് കഴിവുന്ന റോൾഡ് ഓട്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ നോർമൽ ഓട്സിനേക്കാളും കുറച്ചുകൂടി നല്ലത് റോൾഡ് ഓട്സ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഒക്കെ പറ്റിയ ഒന്നാണ് ഓട്സ്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്നതെങ്കിൽ, വെയിറ്റൊക്കെ കുറയ്ക്കാനായിട്ട് ഡയറ്റൊക്കെ എടുക്കുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഓട്സ്. ഓട്സിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചാൽ പെട്ടെന്നൊന്നും വിശക്കില്ല, വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്നത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കും. എപ്പോഴും ഓട്സ് എടുക്കുമ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കുതിർത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അത് 1/2 കപ്പ് ഓട്സ് എടുത്ത് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റോ ഒരു 20 മിനിറ്റോ നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 10 ബദാം കൂടി കുതിർത്ത് വയ്ക്കാം. കൂടെ ഒരു 4 ഈന്തപ്പഴം കൂടി കുതിർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഐറ്റംസാണ് ഈന്തപ്പഴവും ബദാമും കേട്ടോ. വൈറ്റമിൻ ഇയും പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയതാണ് ആൽമണ്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചത്തിനും എല്ലിൻ്റെയൊക്കെ ബലത്തിനും ഒക്കെ വളരെ നല്ലതാണ് ആൽമണ്ട്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈന്തപ്പഴത്തിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഓട്സ് 20 മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം അതിലെ വെള്ളമൊക്കെ മാറ്റി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈന്തപ്പഴത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ശരീര സൗന്ദര്യത്തിനും അതുപോലെ തന്നെ ദഹനത്തിൻ്റെ പ്രശ്നത്തിനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിയാ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചിയാ സീഡ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ സീഡോ പംകിൻ സീഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കൂടെ വെളുത്ത എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ വെളുത്ത എള്ളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും പറ്റിയ ഒന്നാണ് ചിയാ സീഡ്. അതുപോലെ തന്നെ ഇതിൽ ഒമേഗ 3 ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡയറ്റ് ഉൾപ്പെടുത്താം. ഇനി ഞാൻ ഇതിലേക്ക് പഴം ചേർക്കുന്നുണ്ട്. റോബസ്റ്റ പഴമാണ് ചേർക്കുന്നത്. എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസിൽ എടുക്കുമ്പോൾ ഒരിക്കലും ഏത്തപ്പഴം എടുക്കരുത്, റോബസ്റ്റ പഴം തന്നെ കഴിവതും എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ചേർക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആൽമണ്ട്സ് മിൽക്ക് ഉപയോഗിക്കാം. നമ്മുടെ നോർമൽ ഫാറ്റ് മിൽക്ക് ഒരിക്കലും നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് എടുക്കരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. എനിക്കിതാ ഈ ഒരു ഗ്ലാസ് നിറയെ കിട്ടിയിട്ടുണ്ട്. 1/2 കപ്പ് ഓട്സ് 1/2 കപ്പ് പാലും ചേർത്ത് അടിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ബ്ലാക്ക് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഓട്സ് സ്മൂത്തിയിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറോ എങ്കിൽ നമ്മൾ ലഞ്ചിന് ചോറൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.